السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധ ഇസ്ലാമിലെ അഞ്ചാമത്തെ കാര്യമാകുന്ന ഹജ്ജ് കർമ്മം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസത്തെ പോലെ ഒരു പാപവുമില്ലാത്ത നിലക്കാണ് അയാളുടെ മടക്കമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ശാരീരികമായും സാമ്പത്തികമായുമൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റിള ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഹജ്ജിന് വേണ്ടി പോയ അള്ളാഹുവിൻ്റെ ഹജ്ജാജിമാർ, ഉംറ ചെയ്ത ആളുകൾ, അവരെല്ലാം വളരെയധികം പുണ്യം ലഭിച്ച ആളുകളാണ്. പാപങ്ങളൊക്കെ പൂർണ്ണമായും പൊറുപ്പിക്കപ്പെട്ട ആളുകളാണ്. ആ രൂപത്തിലാണ് അവർ അവരുടെ നാടുകളിലേക്ക് മടങ്ങി വരുന്നത്. അങ്ങനെ മടങ്ങി വരുന്ന ഹാജിമാർ അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞ് നിർവഹിച്ച് മടങ്ങി വരുന്ന ആളുകൾ അവരെ സ്വീകരിച്ച് അവരെ ഹസ്തദാനം ചെയ്ത് അവരെ മുസാഫഹത്ത് ചെയ്ത് അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ മഹാന്മാരാവുന്ന സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും നമുക്ക് മാതൃകയാണ്. അവരെല്ലാം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകൾ അവർക്ക് ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന ആളുകൾക്ക് വേണ്ടി, ഉംറ കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളുകൾക്ക് വേണ്ടി നാം നടത്തി കൊടുക്കേണ്ടുന്ന പ്രാർത്ഥനകൾ ഹദീസുകൾ നമുക്കത് കാണാൻ സാധിക്കും. സയ്യിദന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരാകുന്ന സഹാബത്ത് റളിയല്ലാഹു അൻഹും ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരുന്ന ആളുകളോട്, ഹാജിമാരോട് അവരെ മുസാഫഹത്ത് ചെയ്ത് ആലിംഗനം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനകൾ ബഹുമാനപ്പെട്ട മുസന്നഫ് ഇബ്നു അബീ ശൈബ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ധാരാളം മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ മുസന്നഫ് ഇബ്നു അബീ ശൈബ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഖൂലു ലിൽ ഹാജി ഇദാ ഖദിമ, ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരുന്ന ആളുകളോട് സയ്യിദുന മുത്തബിഉസ്സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, തഖബ്ബലല്ലാഹു നുസ്കക വഅഅളമ അജ്റക വഅഖ്ലഫ നഫഖതക. തഖബ്ബലല്ലാഹു നുസ്കക, നിങ്ങളുടെ ഹജ്ജ്, നിങ്ങളുടെ ഉംറ, മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. വഅഅളമ അജ്റക, അല്ലാഹു തആല നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ള പ്രതിഫലം അത് വലിയ മഹത്തായ പ്രതിഫലമാക്കി തീർക്കട്ടെ. വഅഖ്ലഫ നഫഖതക, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി, ഉംറ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ച് നിങ്ങളുടെ സമ്പാദ്യം അതിന് അല്ലാഹു തആല പകരം നൽകുകയും ചെയ്യുമാറാവട്ടെ എന്നർത്ഥം വരുന്ന പ്രാർത്ഥന സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ സ്വഹാബിമാർ നടത്താറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്നും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയി മടങ്ങി വരുന്ന ഹാജിമാരോട് ഈ പ്രാർത്ഥന നടത്തൽ സുന്നത്താണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് പുറമെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയ ആളുകൾക്ക് വേണ്ടി നാം നടത്തുന്ന പ്രാർത്ഥന, ഹാജിമാർ നമുക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരമുണ്ടെന്നെല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥന നാം നടത്തുക വഴി നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം ലഭിക്കുക. അല്ലാഹു തആല നമുക്ക് മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖും ഇഖ്ലാസും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അതിനുള്ള വലിയ സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.